ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം അതിൽ നമുക്ക് 10ാമത്തത് ആക്ടിവിറ്റീസ് അല്ലേ തുടങ്ങാനുള്ളത്. 10ാമത്തേൽ എന്താണ്? പദങ്ങൾ ക്രമത്തിലാക്കി വാക്യങ്ങൾ ഉണ്ടാക്കാം എന്നാണ്. 59, പേജ് നമ്പർ 59 ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പൊ പ്രാർത്ഥനയ്ക്കുള്ള പ്രഭാത സമയമായി എന്നുള്ളത് ഓർഡർ ഇല്ലാതെ 3 പദങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്? ഓർഡറിലാക്കി എഴുതണം അല്ലേ. അപ്പോ പ്രഭാത പ്രാർത്ഥനയ്ക്കുള്ള സമയമായി അതവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സാമ്പിൾ. നെക്സ്റ്റ് 2ാമത്തത് കരഞ്ഞു അവന്റെ കലങ്ങിയിരുന്നു കുഞ്ഞിക്കണ്ണുകൾ. എന്താ എഴുതേണ്ടത്? അവന്റെ കുഞ്ഞിക്കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. എഴുതിക്കോ. എഴുതാനറിയോ ഒറ്റക്ക്? അവന്റെ കുഞ്ഞിക്കണ്ണുകൾ ഞാനും വൃത്തി എഴുതണേ. സ്ഥലമില്ലവരെ നേരെ എഴുതിക്കോട്ടോ. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു എന്നാണ് അത് കറക്റ്റ് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ, നിലാവുദിച്ചുയർന്നു അനാഥബാലന്റെ ആ മനസ്സിൽ. ആ അനാഥബാലന്റെ മനസ്സിൽ നിലാവുദിച്ചുയർന്നു എന്നാണ് എഴുതേണ്ടത്. ആ അനാഥബാലന്റെ മനസ്സിൽ നിലാവുദിച്ചുയർന്നു. എഴുതി എല്ലാവരും? എഴുതിയല്ലേ? സൂര്യദേവൻ എഴുതിയല്ലേ? സൂര്യദേവേ ഓക്കെ. അപ്പോ എഴുതി തരാതെ എഴുതാൻ പറ്റുമോ മക്കളെ? അത്
മനസ്സിൽ. ഇത്ര എഴുതിയോ? ആ അനാഥ ബാലന്റെ മനസ്സിൽ. ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇല്ലല്ല, നേരെ അതിന്റെ അടുത്ത് തന്നെ എഴുതേണ്ടതാണേ. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. നിലാവുദിച്ചുയർന്നു. നിലാവുദിച്ചുയർന്നു. ഇതിന്റെ ബാക്കി ഇവിടെയാണ്. ഈ താഴെയില്ലിന്റെ ബാക്കി ഇതിന്റെ മനസ്സിൽ നിലാവുദിച്ചുയർന്നു. എന്താണ് ഷെഫി? എന്താ ഷെഫി കാണിച്ചിരുന്ന മിസ്സിനെ? കാണുന്നില്ല. ആരാണിപ്പോ വരച്ച ആള്? കൃപാമേരിയാണോ? ഓക്കെ. അപ്പൊ ഈ ആ അനാഥ ബാലന്റെ മനസ്സിൽ നിലാവുദിച്ചുയർന്നു എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞ എല്ലാവർക്കും ഫിനിഷ് ആണോ? ഓക്കെ. ആദിദേവ്, അൽനാഗസ്റ്റിൻ, ഫിനിഷ്. ഓക്കെ, ഫിനിഷ് തന്നെ എല്ലാവർക്കും അല്ലേ? ഓക്കെ. അപ്പോ അത് രണ്ടും നമ്മൾ എഴുതി അല്ലേ? കറക്റ്റ് ആക്കി എഴുതാൻ തന്നത് എഴുതി. നെക്സ്റ്റ് കഥകൾ വായിക്കാം എന്നാണ്. എന്ത്? നബി തിരുമേനിയുടെയും ഖലീഫ ഉമർ, ഖലീഫ അലി, അബൂബക്കർ തുടങ്ങിയവരുടെയും കാരുണ്യത്തിന്റെ കഥകൾ കണ്ടെത്തി വായിക്കുക. ഈ പാഠത്തിന് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലല്ലോ ദേവാഞ്ജന? ഇല്ലല്ലോ. ഈ പാഠത്തിന് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലല്ലോ. നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി ആ ചോദ്യപ്പെട്ടി ഉത്തരപ്പെട്ടി എന്നുള്ളതിൽ ഉള്ളതേ ഉള്ളൂ അല്ലേ? മറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലല്ലോ. ഇല്ലല്ലോ മോളെ. ഓക്കെ. അപ്പൊ പാഠം ഫിനിഷ് ആണ്. നിങ്ങൾ എല്ലാവരും പാഠഭാഗം വായിച്ചവരാണോ ക്ലാസ്സിന്? പെരുന്നാൾ സമ്മാനം ഇല്ലേ? ഷെഫി വായിച്ചില്ല? എബിൻ ബിജു വായിച്ചില്ല? ക്രിസ്റ്റീൻ വായിച്ചില്ല? ആരും വായിച്ചില്ലേ ഈ പാഠം? ആരെങ്കിലും വായിച്ചോ പാഠഭാഗം? എത്ര പേര് പാഠഭാഗം വായിച്ചു? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. കൃപാമേരി, കൃപക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നുവല്ലോ കുറെ പ്രാവശ്യമായിട്ട്. പറഞ്ഞോ. കൃപ വായിച്ചില്ലല്ലോ? കൃപ ഇല്ല. അപ്പൊ ഈ പെരുന്നാൾ സമ്മാനം എന്നുള്ള പാഠം ആരും വായിച്ചില്ലേ? ദേവപ്രിയ വായിച്ചില്ല? ഇതാരും? ശ്രീദേവ് വായിച്ചോ? ഓക്കെ. ദേവാഞ്ജന വായിച്ചോ? ഓക്കെ. ആരോൺ വായിച്ചു. നെക്സ്റ്റ് ഇപ്പൊ കൃപാമേരി വായിച്ചില്ല. കൃപാമേരി വായിച്ചോ? അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പാഠം നല്ലപോലെ. പെരുന്നാൾ സമ്മാനം. മദീനയുടെ തെരുവുകളിൽ പെരുന്നാളിന്റെ തിരക്കായിരുന്നു. പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞ കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ അങ്ങും ഇങ്ങും കളിക്കുന്നു. പാതയോരങ്ങളിൽ കളിപ്പാട്ട കച്ചവടക്കാരും മിഠായി വിൽപ്പനക്കാരും നിറഞ്ഞിരിക്കുന്നു. കടകളിൽ മുന്തിയ തരം ഈന്തപ്പഴങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. സുറുമയും സുഗന്ധദ്രവ്യങ്ങളും വാങ്ങാൻ കുട്ടികൾ മാതാപിതാക്കളെ നിർബന്ധിക്കുന്നു. നേരം പുലർന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുകൊള്ളാൻ ആളുകൾ കൂട്ടം കൂട്ടമായി മൈതാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ മനുഷ്യനെ കാണാമായിരുന്നു. അക്കൂട്ടത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെയും അത് വായിച്ചില്ലല്ലോ. അക്കൂട്ടത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെയും ചുമലിലേറ്റി തിടുക്കത്തിൽ നടന്നു നീങ്ങിയിരുന്ന ഒരു വലിയ മനുഷ്യനെയും കാണാമായിരുന്നു. ആരായിരുന്നു ആ വലിയ മനുഷ്യൻ? കുട്ടികളുടെ കൂട്ടാളിയായ നബി തിരുമേനിയായിരുന്നു അത്. സ്വന്തം പുത്രിയായ ഫാത്തിമയുടെ മകൾ ഹസനും ഹുസൈനുമായിരുന്നു മുത്തച്ഛന്റെ ചുമലിൽ. പെട്ടെന്നാണ് ഒരു ദീനവിലാപം നബി തിരുമേനിയുടെ കാതിൽ വന്ന്
പതിച്ചത്. എന്താണത്? ആരാണ് ഈ പെരുന്നാൾ ദിവസം ദുഃഖത്തോടെ കരയുന്നത്? അദ്ദേഹം ചുറ്റും കണ്ണോടിച്ചു. കീറിപ്പറഞ്ഞ ഉടുപ്പും ഒട്ടിവലിഞ്ഞ വയറുമായി നിൽക്കുന്ന ഒരു സാധു ബാലനെ നബി തിരുമേനി കണ്ടു. അദ്ദേഹം മെല്ലെ അവന്റെ അടുക്കലേക്ക് ചെന്നു. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. എന്താ കുഞ്ഞി, എന്തു പറ്റി? ഇന്ന് പെരുന്നാളായിട്ടും നീ എന്താണ് ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം ചോദിച്ചു. എല്ലാവർക്കും പെരുന്നാളിന് പുതിയ ഉടുപ്പും ചെരുപ്പും ഒക്കെയുണ്ട്. എനിക്ക് അതൊക്കെ വാങ്ങിത്തരാനോ എന്നെ ഈദ് പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനോ ആരുമില്ല. ആരും. അവൻ പിന്നെയും പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ നിനക്ക് ഉമ്മയും ബാപ്പയും ഇല്ലേ? അവന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം അന്വേഷിച്ചു. എന്റെ ബാപ്പ നേരത്തെ മരിച്ചുപോയി. ഉമ്മയുണ്ട്. ഉമ്മക്ക് എന്നെ പോറ്റാനുള്ള കഴിവൊന്നുമില്ല. ഞങ്ങൾ മിക്കപ്പോഴും പട്ടിണിയാണ്. ഉടുപ്പ് വാങ്ങിത്തരാൻ ഞാൻ ഉമ്മയെ നിർബന്ധിച്ചു. പക്ഷെ പാവം ഉമ്മക്ക് എന്തു ചെയ്യാൻ കഴിയും? ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരയും, അത്ര തന്നെ. അവൻ തന്റെ സങ്കടമെല്ലാം നബി തിരുമേനിയെ അറിയിച്ചു. കാരുണ്യവാനായ അദ്ദേഹം നിറഞ്ഞ സ്നേഹത്തോടെ ആ അനാഥ ബാലനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് അവന്റെ മെലിഞ്ഞ ശരീരത്തിൽ അദ്ദേഹം പലവട്ടം തഴുകി. കുഞ്ഞെ, നീ എന്റെ കൂടെ. നബി തിരുമേനി അവനെ എടുത്തു മകളുടെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തിയപ്പോൾ കാര്യം എന്തെന്നറിയാതെ തിരുമേനി പറഞ്ഞു, പെരുന്നാൾ സമ്മാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മിടുക്കനായനും ലാളിക്കുന്നത് പോലെ നീ ഇവനെ ഫാത്തിമ തിരിച്ചു. നബി തിരുമേനി പറഞ്ഞു, മോളെ, ഞങ്ങൾ പോകാനുള്ളതാണ്. നീ വേഗം ഇവൻ ഫാത്തിമ അണിയിച്ചു. ഇനി അല്പം ആഹാരം കൂടി കൊടുത്താൽ ഞങ്ങൾക്ക് മൈതാനത്തേക്ക് പോകാനാകും. വേഗമാവട്ടെ. നബി തിരുമേനി തിരക്ക് കൂട്ടി. അവൻ പെട്ടെന്ന് ആഹാരം കഴിച്ച് നബിയോടൊപ്പം പുറപ്പെട്ടു. കുഞ്ഞെ, നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. വേഗത്തിൽ നടന്നു നീങ്ങാൻ നിനക്ക് കഴിയില്ല. ഹസനും ഹുസൈനും നമ്മോടൊപ്പം നടന്നെത്തിക്കോളും. നബി തിരുമേനി വളരെ നിർബന്ധപൂർവം അവനെ എടുത്ത് തന്റെ ചുമലിൽ ഇരുത്തി. പുറപ്പെടും മുമ്പായി ഒരു കാര്യം കൂടി നബി തിരുമേനി അവനെ ഓർമ്മിപ്പിച്ചു. ഇന്നു മുതൽ നീ കുടുംബത്തിലെ ഒരംഗമാണ്. ഈ നിൽക്കുന്ന ഫാത്തിമ ബീഗം നിന്റെ ഉമ്മയെ പോലെ നിന്നെ ശുശ്രൂഷിച്ചു കൊള്ളും. ഇവളുടെ ഭർത്താവ് മേലിൽ നിന്റെ ബാപ്പയായിരിക്കും. ഹസനും ഹുസൈനും ഇപ്പോൾ തന്നെ നിന്റെ സഹോദരന്മാരായി കഴിഞ്ഞു. ആ അനാഥ ബാലന്റെ മനസ്സിൽ ഒരു നിലാവ് ഉദിച്ചുയർന്നു. ഇനിമേൽ താൻ അനാഥ ബാലനല്ലെന്ന് ഓർത്തപ്പോൾ അവന്റെ മനസ്സ് അഭിമാനം കൊണ്ട് നിറഞ്ഞു. പ്രാർത്ഥനയ്ക്കെത്തിയപ്പോൾ ജനക്കൂട്ടം ആദരപൂർവ്വം മഹാകാരുണ്യവാനായ നബി തിരുമേനിയെ വാഴ്ത്തി. അദ്ദേഹത്തിന്റെ ചുമലിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാനായ ആ ബാലനെ ആളുകൾ അത്ഭുതത്തോടും ആനന്ദത്തോടും കൂടെ നോക്കി നിന്നു. ഓക്കെ, ദേവാഞ്ജന വായിച്ചില്ലല്ലോ. പാഠം 14. പെരുന്നാൾ സമ്മാനം. മദീനയുടെ തെരുവുകളിൽ പെരുന്നാളിന്റെ തിരക്കായിരുന്നു. പുത്തനുടുപ്പുകൾ അണിഞ്ഞു കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ അങ്ങും ഇങ്ങും പാറി കളിക്കുന്നു. പാതയോരങ്ങളിൽ കളിപ്പാട്ട കച്ചവടക്കാരും മിഠായി വിൽപ്പനക്കാരും നിറഞ്ഞിരിക്കുന്നു. കടകളിൽ മുന്തിയതരം ഈത്തപ്പഴങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. സുറുമയും സുഗന്ധങ്ങളും വാങ്ങാൻ കുട്ടികൾ മാതാപിതാക്കളെ നിർബന്ധിക്കുന്നു. നേരം പുലർന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുകൊള്ളാൻ ആളുകൾ കൂട്ടം കൂട്ടമായി മൈതാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ 2 കുഞ്ഞുങ്ങളെയും ചുമലിലേറ്റി തിടുക്കത്തിൽ നടന്നു നീങ്ങുന്ന ഒരു വലിയ മനുഷ്യനെയും കാണാമായിരുന്നു. ആരായിരുന്നു ആ വലിയ മനുഷ്യൻ? കുട്ടികളുടെ കൂട്ടാളിയായ നബി തിരുമേനിയായിരുന്നു അത്. സ്വന്തം പുത്രിയായ ഫാത്തിമയുടെ മക്കൾ ഹസനും ഹുസൈനുമായിരുന്നു മുത്തച്ഛന്റെ ചുമലിൽ.
പെട്ടെന്നാണ് ഒരു ദീനവിലാപം നബി തിരുമേനിയുടെ കാതിൽ വന്നു പതിച്ചത്. എന്താണത്? ആരാണ് ഈ പെരുന്നാൾ ദിവസം ദുഃഖത്തോടെ കരയുന്നത്? അദ്ദേഹം ചുറ്റും കണ്ണോടിച്ചു. കീറിപ്പറിഞ്ഞ ഉടുപ്പും ഒട്ടിവെഴിഞ്ഞ വയറുമായി നിൽക്കുന്ന ഒരു സാധു ബാലനെ നബി തിരുമേനി കണ്ടു. അദ്ദേഹം മെല്ലെ അടിച്ചു പോയി. ഉമ്മയുണ്ട്, ഉമ്മയ്ക്കും എന്നെ പോറ്റാനുള്ള കഴിവൊന്നുമില്ല. ഞങ്ങൾ മിക്കപ്പോഴും പട്ടിണിയാണ്. ഉടുപ്പ് വാങ്ങിത്തരാൻ ഞാൻ ഉമ്മയെ നിർബന്ധിച്ചു. പക്ഷെ പാവം ഉമ്മയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും? ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരയും, അത്ര തന്നെ. അവൻ തന്റെ സങ്കടമെല്ലാം മതി ദേവാഞ്ജന. നെക്സ്റ്റ് എബിൻ ബിജു. കരുണ്യവാനായ അദ്ദേഹം നിറഞ്ഞ സ്നേഹത്തോടെ ആ അനാഥ ബാലനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അവന്റെ മെലിഞ്ഞ ശരീരത്തിൽ അദ്ദേഹം പലവട്ടം തഴുകി. കുഞ്ഞെ, നീ എന്റെ കൂടെ പോരൂ. നബി തിരുമേനി അവനെ താങ്ങിയെടുത്ത് മക്കളുടെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തിയപ്പോൾ കാര്യമെന്തെന്നറിയാതെ ഫാത്തിമ അമ്പരന്നു. നബി തിരുമേനി പറഞ്ഞു, ഫാത്തിമ, ഞാൻ നിനക്ക് ഒരു പിറന്നാൾ സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നത്. മിടുക്കനായ ഒരു ബാലനെ, നമ്മുടെ ഹസനെയും ഹുസൈനെയും ലാലിക്കുന്നത് പോലെ നീ ഇവനെ ലാലിച്ചു വളർത്തണം. ഫാത്തിമ ഇരു കൈകളും നീട്ടിയ ആ അനാഥ ബാലനെ സ്വീകരിച്ചു. തിരുമേനി പറഞ്ഞു, മോളെ, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രഭാത നമസ്കാരത്തിനു പോകാനുള്ളത്. നീ വേഗം ഇവനെ കുളിപ്പിച്ചു പുതിയ വസ്ത്രങ്ങൾ അണിക്കൂ. ഫാത്തിമ എത്രയും വേഗത്തിൽ അവനെ കുളിപ്പിച്ചു പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു. ഇനി അല്പം ആഹാരം കൂടി കൊടുത്താൽ ഞങ്ങൾക്ക് മൈതാനത്തേക്ക് പോകാനാവും. വേഗമാകട്ടെ. നബി തിരുമേനി തിരക്കുകൂട്ടി. അവൻ പെട്ടെന്ന് ആഹാരം കഴിച്ചു. നബി തിരുമേനിയോടൊപ്പം പുറപ്പെട്ടു. കുഞ്ഞെ, നിനക്കു വല്ലാത്ത ക്ഷീണമുണ്ട്. വേഗത്തിൽ നടന്നു നീങ്ങാൻ നിനക്ക് കഴിയില്ല. ഹസൈനും ഹുസൈനും നമ്മോടൊപ്പം നടന്നെത്തിക്കോളും. നബി തിരുമേനി വളരെ നിർബന്ധപൂർവം അവനെ എടുത്ത് തന്റെ ചുമരിൽ ഇരുത്തി. പുറപ്പെടും മുമ്പായി ഒരു കാര്യം കൂടി നബി തിരുമേനി അവനെ ഓർമ്മിപ്പിച്ചു. ഇന്നു മുതൽ നീ ഈ കുടുംബത്തിലെ ഒരംഗമാണ്. ഈ നിൽക്കുന്ന ഫാത്തിമ പോലെ നിന്നെ ശുശ്രൂഷിച്ചുകൊള്ളും. ഇവളുടെ ഭർത്താവ് മേലിൽ നിന്റെ പാപ്പയായിരിക്കും. ഹസൈനും ഹുസൈനും ഇപ്പോൾ തന്നെ നിന്റെ സഹോദരമായി കഴിഞ്ഞു. ആ അനാഥ ബാലന്റെ മനസ്സിൽ ഒരു നിലാവ് ഉദിച്ചുയർന്നു. ഇനിമേൽ താൻ അനാഥനല്ലെന്ന് ഓർത്തപ്പോൾ അവന്റെ മനസ്സ് അഭിമാനം കൊണ്ട് നിറഞ്ഞു. പ്രാർത്ഥനയ്ക്കായി എത്തിയപ്പോൾ ജനക്കൂട്ടം ആദരപൂർവം മഹാകാരുണ്യവാനായ നബി തിരുമേനിയെ വാഴ്ത്തി. അദ്ദേഹത്തിന്റെ ചുമരിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാനായ
ആളുകൾ ആർത്തരത്തോടെ അത്ഭുതത്തോടും ആനന്ദത്തോടും കൂടെ നോക്കിയിരുന്നു. നല്ല പോലെ പഠിച്ചിട്ട് എക്സാം എഴുതണം. അടുത്ത ക്ലാസ്സിൽ അമ്മ മലയാളം എന്ന പാഠത്തിന്റെ ഒരു ചെറിയ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എല്ലാരും കേട്ടില്ലേ? എനിക്ക് കേട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഷെഫി വായിച്ചോ. പാഠം 14 പെരുന്നാൾ സമ്മാനം. മദീനയുടെ തെരുവുകളിൽ പെരുന്നാളിന്റെ തിരക്കായിരുന്നു. പുത്തനുടുപ്പിയ കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ അങ്ങുമിങ്ങും പാറി കളിക്കുന്നു. പാതയോരങ്ങളിൽ കളിപ്പാട്ട കച്ചവടക്കാരും മിഠായി വിൽപ്പനക്കാരും നിറഞ്ഞിരിക്കുന്നു. കടകളിൽ മീനപ്പഴങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. സുറുമയും സുഗന്ധദ്രവ്യങ്ങളും വാങ്ങാൻ കുട്ടികൾ മാതാപിതാക്കളെ നിർബന്ധിക്കുന്നു. നേരം പുലർന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുകൊള്ളാൻ ആൾക്കൂട്ടം കൂട്ടമായി മൈതാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ 2 കുഞ്ഞുങ്ങളെയും േറ്റി തിടുക്കത്തിൽ നടന്നു നീങ്ങുന്ന ഒരു വലിയ മനുഷ്യനെയും കാണാമായിരുന്നു. ആരായിരുന്നു ആ വലിയ മനുഷ്യൻ? കുട്ടികളുടെ കൂട്ടാളിയായ നബി തിരുമേനിയായിരുന്നു അത്. സ്വന്തം പുത്രിയായ ഫാത്തിമയുടെ മക്കൾ ഹുസൈനുമായിരുന്നു മുത്തച്ഛന്റെ ചുമലിൽ. പെട്ടെന്നാണ് ഒരു ദീനവിലാപം നബി തിരുമേനിയുടെ കാതിൽ വന്നു പതിച്ചത്. എന്താണത്? ആരാണീ പെരുന്നാൾ ദിവസം ദുഃഖത്തോടെ കരയുന്നത്? അദ്ദേഹം ചുറ്റും കണ്ണോടിച്ചു. കീറി പറഞ്ഞ ഉടുപ്പും ഒട്ടിവലിഞ്ഞ വയറുമായി നിൽക്കുന്ന ഒരു സാധു ബാലനെ തിരുമേനി കണ്ടു. അദ്ദേഹം മെല്ലെ അവന്റെ അടുക്കലേക്ക് ചെന്നു. അവന്റെ കുഞ്ഞു കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. എന്താ കുഞ്ഞെ, എന്തു പറ്റി? ഇന്ന് പെരുന്നാളായിട്ടും നീ എന്താണ് ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം ചോദിച്ചു. എല്ലാവർക്കും പെരുന്നാളിന് പുതിയ ഉടുപ്പും ചെരുപ്പും ഒക്കെയുണ്ട്. എനിക്ക് അതൊക്കെ വാങ്ങിത്തരാനോ എന്നെ ഈദ് പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാനോ ആരുമില്ല. അവൻ പിന്നെയും പൊട്ടിക്കരയാൻ തുടങ്ങി. ഓക്കെ മോളെ. നെക്സ്റ്റ് ആഷിൻ വായിച്ചേ അവിടുന്ന് അങ്ങോട്ട്. എവിടെ വരെ വായിച്ചേ ഷെഫി? അതിന് ശേഷം വായിച്ചേ. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അവൻ പിന്നെയും പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ടോ? ആഷിൻ പ്ലീസ് അൺമ്യൂട്ട്. ആഷിനൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആഷിനെ അൺമ്യൂട്ട് ചെയ്തേ. ആഷൻ എവിടെ വരെ വായിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അൺമ്യൂട്ട് ചെയ്തേ മോൻ. ചെയ്തോ? ഓക്കെ. അപ്പോൾ നിനക്ക് ഉമ്മയും ബാപ്പയും ഇല്ലേ? അവിടുന്ന് മുതലാണ് വായിക്കേണ്ടത്. പേജ് നമ്പർ 56. നിങ്ങൾ വായിക്കുന്ന സമയത്ത് പേജ് നോക്കിയിരിക്കണം വായിക്കുന്നത് എങ്ങനെയാന്ന്. വായിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? എല്ലാവർക്കും വായിക്കും തോറും മനസ്സിലാവും, വായിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? കണ്ടോ? കണ്ടോ മോനെ?
എടുത്ത് ഉം. മക്കളുടെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തിയപ്പോൾ കാര്യമെന്തെന്നറിയാതെ ഫാത്തിമ അമ്പരന്നു. അമ്പരന്നു. നബി തിരുമേനി പറഞ്ഞു, ഫാത്തിമ, ഞാൻ നിനക്കായി ഒരു പിറന്നാൾ സമ്മാനം കൊണ്ടു വന്നിരിക്കുന്നത്. മിടുക്കനായ ഒരു ബാലനെ. നമ്മുടെ ഹുസൈനെയും ലാളിക്കുന്നത് പോലെ ഇവനെ വളർത്തണം. ഫാത്തിമ ഇരു കൈകളും നീട്ടി ആ അനാഥ ബാലനെ സ്വീകരിച്ചു. നബി തിരുമേനി പറഞ്ഞു, മോളെ, ഇപ്പോൾ തന്നെ നമസ്കാരത്തിന് പോകാനുള്ളതാണ്. വേഗം ഇവനെ കുളിപ്പിച്ച് പോകാനുള്ളതാണ്. അറിയിക്കൂ. ഫാത്തിമ എത്രയും വേഗത്തിൽ അവനെ കുളിപ്പിച്ചു, പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു. ഇനി അല്പം ആഹാരം കൂടി കൊടുത്താൽ ഞങ്ങൾക്ക് മൈതാനത്തേക്ക് പോകാനാവും. വേഗമാവട്ടെ. നബി തിരുമേനി തിരക്ക് കൂട്ടി. അവനെ പെട്ടെന്ന് ആഹാരം കഴിച്ചു. നബിയോടൊപ്പം ഓക്കെ. നെക്സ്റ്റ് ആദിദേവ് വായിച്ചേ മോനെ. നിനക്കു വല്ലാതെ ക്ഷീണമുണ്ട്. വേഗത്തിൽ നടന്നു നീങ്ങാൻ നിനക്കു കഴിയില്ല. ഹസ്സനും ഹുസൈനും നമ്മോടൊപ്പം നടന്നെത്തിക്കോളും. നിനക്കു നബി തിരുമേനി വളരെ നിർബന്ധപൂർവം അവനെ എടുത്ത് തന്റെ ചുമലിൽ ഇരുത്തി. പുറപ്പെടും മുമ്പായി ഒരു കാര്യം കൂടി നബി തിരുമേനി അവനെ ഓർമ്മിപ്പിച്ചു. ഇനി മുതൽ നീ ഈ കുടുംബത്തിലെ ഒരംഗമാണ്. ഈ നിൽക്കുന്ന ഫാത്തിമ ബീഗം നിന്റെ ഉമ്മയെ പോലെ നിന്നെ ശുശ്രൂഷിച്ചുകൊള്ളും. അവളുടെ ഭർത്താവ് മേലിൽ നിന്റെ ബാപ്പയായിരിക്കും. ഹസ്സനും ഹുസൈനും അപ്പോൾ തന്നെ നിന്നെ സഹോദരന്മാരായി കഴിഞ്ഞു. ആ അനാഥ ബാലന്റെ മനസ്സിൽ ഒരു നിലാവ് ഉദിച്ചുയർന്നു. ഇനിമേൽ താൻ അനാഥനല്ലെന്ന് ഓർത്തപ്പോൾ അവന്റെ മനസ്സ് അഭിമാനം കൊണ്ടു നിറഞ്ഞു. പ്രാർത്ഥനക്കെത്തിയപ്പോൾ ജനക്കൂട്ടം ആദരപൂർവം മഹാകാരുണ്യവാനായ നബി തിരുമേനിയെ വാഴ്ത്തി അദ്ദേഹത്തിന്റെ ചുമലിൽ സ്ഥാനം